നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാനിലെ ടെഹ്റാനിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് വലിയ ആക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു യുവതി നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അവർ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ അള്ളാഹു അക്ബർ എന്ന വാക്കിന്റെ മഹത്വം പഠിപ്പിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളാണ് അവർ നടത്തിയത്. അവരത് പറയുന്ന സമയത്ത് അവരുടെ പുറകിൽ ബോംബുകളൊക്കെ വന്ന് വീഴുന്നുണ്ട്. അതും അവർ പറയുന്നുണ്ട്, എന്റെ പുറകിൽ ബോംബ് വീഴുന്നു, പക്ഷെ ഞാൻ ഭയപ്പെടുന്നില്ല. അവരൊന്നും തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. അവർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളത് പറയുന്നത് ദൈവം ഏറ്റവും വലിയവനാണ്, ദൈവം അറിയാതെ ഒന്നും നടക്കില്ല, എല്ലാം തീരുമാനിക്കുന്നതും എല്ലാം നിശ്ചയിക്കുന്നതും ദൈവമാണ്. എത്ര വലിയവൻ വന്നാലും ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാകണം, അതിനനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവർ എടുത്തു പറയുന്നുണ്ട്, വലിയ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല, ദൈവം നിശ്ചയിച്ചാലേ വിജയിക്കാൻ കഴിയൂ എന്നവർ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇസ്രായേലിനും അമേരിക്കക്കും ഈ വാക്ക് കേൾക്കുമ്പോൾ വളരെയധികം പേടിയാണ്. അവർ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ ഈ വാക്ക് കൂടുതലും കേട്ടിട്ടുള്ളത് ISIS അതുപോലെ തന്നെ അൽ ഖ്വയ്ദ തുടങ്ങിയ സംഘടനകളിൽ നിന്നാണ്. അവർ പടച്ചുവിട്ട അവരുടെ സൃഷ്ടികളാണെങ്കിൽ പോലും ഇവർ ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയാറുള്ളത്. അമേരിക്കയും ഇസ്രായേലും കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതില്ല. ദൈവം മഹാനാണ്, ദൈവം വലിയവനാണ്, ദൈവത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. ആർക്കും എതിരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കല്ല എന്നാണ് അവർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇതേ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, രാജ്യം വളരെയധികം പ്രതിസന്ധിയിലാണ്, വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ യുദ്ധഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. എത്ര വലിയ ഭീഷണികൾ ഉയർന്നു വന്നാലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷേ എവിടെ എന്ത് സംഭവിക്കണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ഞങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിക്കുകയാണ്. ദൈവം തന്നെയാണ് ഏറ്റവും വലിയവൻ. ദൈവനിശ്ചയം അനുസരിച്ച് എന്തും നടക്കൂ. ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യുന്നു, ബാക്കി ദൈവത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നു, ദൈവം തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ യുവതിയുടെ വാക്കുകൾ വൈറലാണ്. ഇപ്പോൾ മസൂദ് പെസഷ്കിയാന്റെ ഈ വാക്കുകൂടെ വന്ന സമയത്ത് ചില പ്രതികരണങ്ങൾ, ചില കമന്റുകൾ ഈ വാർത്തക്കടിയിലൊക്കെ വന്നിട്ടുണ്ട്. മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ തോറ്റു തുന്നം പാടും, പോയി സയൻസ് പഠിക്കൂ, ശാസ്ത്രം പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഉറഞ്ഞു തുള്ളുന്നത്. എന്തായാലും അത്തരക്കാരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് കൊണ്ടുവരാനുണ്ട്. ഈ എബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ USS ജെറാൾഡ് ആർ ഫോർഡും ഒക്കെ തിരിച്ചുപോയത് അത് അവരങ്ങ് കൊണ്ടുപോയതാണ്. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറാന്റെ ആക്രമണമോ അല്ലെങ്കിൽ ദൈവനിശ്ചയമോ ഒന്നുമല്ല, അങ്ങനെയാണ് ചില ആളുകളൊക്കെ പറയുന്നത്. അതെന്തായാലും അമേരിക്ക ഇനി അതിന്റെ ആവശ്യമില്ല, ദൗത്യം വിജയിച്ചല്ലോ, അപ്പോൾ അവർ കൊണ്ടുപോയി എന്ന് നമുക്ക് ആ രീതിയിൽ അതിനെ അങ്ങോട്ട് എടുക്കാം. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. മധ്യ ഇറാനിൽ അമേരിക്കയുടെ F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാനം അത് ഇറാൻ വെടിവെച്ചിട്ടു. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ മിടുക്കനാണ്, കേമനാണ് ഈ വിമാനം. ആ വിമാനത്തെയാണ് ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടത്. റഡാറുകളെ ആഗിരണം ചെയ്യാനോ അല്ലെങ്കിൽ വഴി തിരിച്ചുവിടാനോ ഈ വിമാനത്തിന് കഴിയും, തിരിച്ച് അയക്കില്ല. അതുകൊണ്ട് എപ്പോഴും റഡാറുകളുടെ കണ്ണിൽ പെടില്ല. അദൃശ്യനായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ്. ലക്ഷ്യത്തിന്റെ വളരെ അടുത്തുകൂടെ ഇതിന് പറക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയാണ് ഇത് ആക്രമണങ്ങൾ നടത്താറുള്ളത്. ഈ വിമാനമാണ് ഇറാൻ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള വിമാനത്തെയാണ് തകർത്തിട്ടത്. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത മാജിദ് മിസൈൽ ഉപയോഗിച്ചാണ് ഈ വിമാനത്തെ തകർത്തത്. ഹ്രസ്വദൂര മിസൈൽ, ഹീറ്റ് സീക്കിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ. അതായത് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് ഈ വിമാനത്തിന്റെ ചൂട് പിടിച്ചെടുക്കാൻ ഈ മിസൈലിന് കഴിയുന്നു. ഈ വിമാനത്തിന്റെ എഞ്ചിൻ വലിയ ചൂട് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഈ ചൂട് പിടിച്ചെടുത്തുകൊണ്ടാണ്, അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വിമാനത്തെ ആക്രമിച്ചത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള 20ഓളം രാജ്യങ്ങൾ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. അവരുടെ പക്കലൊക്കെ
ഈ വിമാനത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ പക്കലൊക്കെ ഈ വിമാനമുണ്ട്. 800 കോടിയാണ് ഒരു വിമാനത്തിന്റെ വില. ചെറിയൊരു മിസൈൽ ഉപയോഗിച്ച്, ഒരു ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഈ വിമാനത്തെ തകർത്ത് കളഞ്ഞത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലകളിലുള്ള അവരുടെ ബേസുകളിൽ മാത്രം ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് 800 മില്യൺ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ 800 കോടിയാണ് ഇവിടെ ഈ ഒരു വിമാനവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നഷ്ടം. എല്ലാവരും ഇവിടെ കിട്ടിയപ്പോൾ വലിയ വിമാനമാണ് എന്നൊക്കെ മനസ്സിലാക്കി പരമാവധി വാങ്ങിക്കൂട്ടി. ഇപ്പോൾ എല്ലാവരും ഈ വിമാനം ഇനി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ഒരു ആശങ്കയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയൊരു ആയുധം ഉപയോഗിച്ച് ഇറാൻ ആ വിമാനത്തെ തകർത്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ കാര്യം എടുത്തു പറയാനുണ്ടായ ഒരു കാരണം, ശാസ്ത്രം പഠിക്കൂ, സയൻസ് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ശാസ്ത്രവും സയൻസും ഒന്നും പഠിക്കാതെ ഇത്തരത്തിലുള്ള പണികൾ നടക്കില്ല. അമേരിക്കയും ഇസ്രായേലും ഒക്കെ പഠിച്ചതിന്റെ അപ്പുറത്തേക്ക് ഇറാൻ പോയിട്ടുണ്ട്. അതേസമയം സർവശക്തനായ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്കലുള്ള ആയുധങ്ങൾ ഇവരുടെ പക്കൽ ഇല്ലാതെ പോയത് എന്ന് ചോദിച്ചാൽ, ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. എല്ലാ ആയുധങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ കൂടുതൽ സ്പെയർ പാർട്സുകൾ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ അവർക്ക് കിട്ടേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, ഉപരോധങ്ങൾ, ഇതിനിടയിലാണ് ഇവർ സയൻസും ശാസ്ത്രവും ഒക്കെ പഠിച്ച് വലിയ ആളുകളായത്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വകവരുത്തിയ അലി ലാരിജാനി, അദ്ദേഹത്തിന്റെ ബിരുദങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കണ്ണ് മഞ്ഞളിച്ചു പോകും. ഈ ബിരുദങ്ങൾക്കൊപ്പം അദ്ദേഹം പരിശുദ്ധ ഖുർആനും മനഃപ്പാടമാക്കിയിട്ടുണ്ട്. പൊതുവെ ഇറാന്റെ മുൻനിരയിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. അതോടൊപ്പം തന്നെ അവർ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ആളുകളാണ്. അത് അവർക്കൊരു കുറവല്ല. ഈ ഖുർആൻ മനഃപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതായത് സർവശക്തനായ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസം മുറുകെ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യന്റെ കടമ എന്താണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലൊക്കെ നീങ്ങണം എന്നതിനെ കുറിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഭൗതിക വിദ്യകളൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും അവർ ഒട്ടും പുറകിലല്ല. എന്തായാലും നിങ്ങളായിട്ട് അവരെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. കൂടുതൽ പഠിപ്പിച്ചാൽ ഇനി അവർ ഏത് രീതിയിലൊക്കെ വളരും, ഏത് രീതിയിലൊക്കെ ഉയരും എന്ന കാര്യം അത് പറയാൻ പോലും ഇപ്പോൾ കഴിയില്ല. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ മുങ്ങാൻ പോകുന്ന കപ്പലിൽ അവസാന സമയത്ത് സൗദി അറേബ്യ അള്ളിപ്പിടിച്ച് കയറിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടെ പുറത്തു വരുന്നു. സൗദിയുടെ പാടായി. കൂടുതലൊന്നും ആ വിഷയത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനില്ല.